ഗർഭസംബന്ധമായ വേദനകളില്ല. വയറുകണ്ടാൽ ആമിനാ ബീവി ഗർഭിണിയാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെയുള്ള സമയത്തതാ സുബ്ഹിയോടടുക്കുമ്പോ അല്ലെങ്കിൽ സുബ്ഹി കഴിഞ്ഞ സമയത്ത് മഹദി അവர்கள் കൺ തുറന്നു നോക്കുമ്പോ ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു, ഭൂമിയുടെ വാതിലുകൾ തുറന്നു, മാലാഖമാർ ഇറങ്ങി വന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം വന്നു, ഇസ്മായിൽ അലൈഹിസ്സലാം വന്നു, എല്ലാ പ്രവാചകന്മാരും വന്നു, മാലാഖമാര് മുഴുവനും വന്നു. സ്വർഗം മുഴുവനും അലങ്കരിച്ചു, നരകത്തിന്റെ വാതിലുകൾ അടച്ചു പൂട്ടപ്പെട്ടു. ആ ദിവസമുണ്ടല്ലോ, ആമിനാ ബീവി നോക്കുമ്പോ കൺമുന്നിലതാ മറിയം ബീവി നിൽക്കുന്നു, മറുഭാഗത്ത് ആസിയാ ബീവി നിൽക്കുന്നു. പറവകൾ പാറിക്കളിക്കുന്നു, സമുദ്രങ്ങൾ ഇളകി മറിയുന്നു. ഇങ്ങനെ ലോകം മുഴുവനും കാത്തുകാത്തിരിക്കുമ്പോ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് ജനിക്കാൻ പോകുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് ആകാശത്തിന്റെ വാനലോകത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് മാലാഖമാര് നീണ്ട നിരയായി താഴേക്ക് വരുമ്പോ, പറവകൾ ചിറകടിച്ചു കളിക്കുമ്പോ, അലമാലകൾ ഇളക്കി മറിച്ച് സമുദ്രങ്ങൾ മുന്നോട്ട് ഗമിക്കുമ്പോ മണ്ണിലും പിന്നിലും ആഹ്ലാദമാണ്, മണ്ണിലും പിന്നിലും സന്തോഷമാണ്. കാരണം പിറക്കാൻ പോകുന്നതാരാ? ലോകത്തിന്റെ നേതാവ്, ഞങ്ങളുടെ നേതാവാ പിറക്കാൻ പോകുന്നതെന്നൊരു പക്ഷം, അല്ല ഞങ്ങളുടെ നേതാവാണെന്ന് മറുപക്ഷം. ഇങ്ങനെ സ്വർഗമെല്ലാം അലങ്കരിക്കപ്പെട്ട ആ സമയത്ത് ലോകത്ത് മുഴുവനും ലോകത്തിന്റെ ഉച്ചകോടിയിൽ നിർത്തിക്കൊണ്ട് പിറന്നു വീഴുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. സദാ പിറന്നു വീഴുന്ന കുട്ടിയുണ്ടല്ലോ, സുജൂദിൽ കിടക്കുന്നു. ഉമ്മ നോക്കുമ്പോ കണ്ണിൽ സുറുമ വരച്ചിരിക്കുന്നു. എന്തൊരാനന്ദമാണീ മുഖമൊന്നു കാണാൻ, എന്ത് സന്തോഷമാണീ മുഖമൊന്നു കാണാൻ. ഉമ്മ മകന്റെ മുഖത്തേക്ക് നോക്കുമ്പോ വലദത്തു മഖ്തൂനൗ മക്ഹൂലൻ കമാ قد جاء في الخبر الصحيح مسند صلى عليك الله يا علم الهدى ما ناح طير في الغصون يورد. അന്നു മുതൽ നബിദിനത്തിന്റെ ആഘോഷം ലോകം മുഴുവനും ആഘോഷിക്കുന്നു, പൗരാവലി ആഘോഷിക്കുന്നു, ബാക്കിയുള്ളവർ ആഘോഷിക്കുന്നു, നമ്മുടെ നാട്ടുകാർ ഒരുപാട് ടീമുകളായി സംഘങ്ങളായി ആഘോഷിക്കുന്നു.